ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എൻ്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ആക്സെഞ്ചറിൻ്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ചും പിന്നെ പ്രിപ്പറേഷനെ കുറിച്ചെല്ലാം ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ അവസാനം ഞാൻ വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ റൗണ്ട്സ് കഴിഞ്ഞാൽ മാത്രം കൊണ്ട് നമ്മുടെ ജോലി ഉറപ്പായിരുന്നില്ല. നമുക്കതിന് ശേഷം പ്രൈമേഴ്സ് ആൻഡ് സ്ട്രീം അസസ്മെൻറ്റുകളുണ്ട്. ഈ സംഭവം കൂടി ക്ലിയർ ചെയ്താലാണ് നമ്മളുടെ ജോലി ഗ്യാരണ്ടീഡ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പ്രൈമേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പ്രൈമേഴ്സ് നമുക്ക് ഫണ്ടമെൻ്റലി അറിയേണ്ട ചില കോൺസെപ്റ്റ്സ് ഐ.ടിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള മൊഡ്യൂളുകളാണ്. ക്വാളിറ്റി എഞ്ചിനീയറിംഗ്, ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗ്, അങ്ങനെയുള്ള ഓരോ ഡിവിഷനുകളിൽ ഏതിലേക്കാണോ നമ്മളെ അവർ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പല കാര്യങ്ങളെക്കുറിച്ചുള്ള മൊഡ്യൂളുകൾ, അതാണ് പ്രൈമേഴ്സ്. അപ്പോൾ ഈ പ്രൈമേഴ്സിൻ്റെ ലോഗിൻ ക്രെഡൻഷ്യൽസ് എല്ലാം നമുക്ക് മെയിലിലേക്ക് വരും. ഇതിന് ഒരു ഡെസിഗ്നേറ്റഡ് ടൈം ഉണ്ട്. ഇന്ന സമയത്തിനുള്ളിൽ തീർക്കുകയാണെങ്കിൽ അതൊരു അഡ്വാൻറ്റേജ് ആണ്. അതെന്താ അഡ്വാൻറ്റേജ് എന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. എന്നെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗിലേക്കാണ്. അപ്പോൾ അതിൽ 2 ഓപ്ഷൻസ് ആണ് നമുക്ക് സെലക്ട് ചെയ്യാൻ വന്നത്, വിൻഡോസോ ലിനക്സോ. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തത് ലിനക്സ് ആണ്. എൻ്റെ ഓർമ്മയിൽ വിൻഡോസിലൊരു 11 മൊഡ്യൂൾസും ലിനക്സിലൊരു 10 മൊഡ്യൂൾസും ആയിരുന്നു എന്നാണ്. ഇതിൽ ലിനക്സിൽ എന്തൊക്കെയായിരുന്നു എന്നുള്ളത് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാനത് വായിക്കാം. ലിനക്സിൽ ഇൻഫ്രാസ്ട്രക്ചർ ഓവർവ്യൂ, ITIL4 ഫൗണ്ടേഷൻ, സെക്യൂരിറ്റി കോൺസെപ്റ്റ്സ്, ഡെവോപ്സ് ഓവർവ്യൂ, Gen AI, Network Fundamentals, Linux Basics, AWS Practitioner, PL SQL, RDBMS using Oracle. അപ്പോൾ ഇത് ബേസിക്കായി നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ എഞ്ചിനീയറിംഗിൽ കയറുന്ന ആൾക്കാർക്ക് അറിയേണ്ട കാര്യങ്ങളാണ്. ആ ബേസിക്സ് ആണ് പ്രൈമേഴ്സിൽ മൊഡ്യൂൾസ് ആയിട്ട് വരിക. അപ്പോൾ ഇതിൽ ചിലത് കോമൺ ആണ്, നെറ്റ്വർക്ക് ഫണ്ടമെന്റൽസ്, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ വിൻഡോസിനും ലിനക്സിനും ഒക്കെ സെയിം ആയിട്ടുള്ളതാണ്. എന്നാൽ ലിനക്സിനെ മാത്രം ബാധിക്കുന്ന ചില മൊഡ്യൂൾസും വിൻഡോസിനെ മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ചില മൊഡ്യൂൾസും ഉണ്ട്. പ്രൈമേഴ്സ് 20 മാർക്സിലാണ് ഉണ്ടാവുക. ഈ 20 മാർക്സിൽ 12 മാർക്സ് ഒബ്റ്റെയിൻ ചെയ്താൽ നമ്മൾ പാസ്സായി. അതായത് 60% ആണ് പാസിംഗ് മാർക്സ്. ഇനിയിപ്പോൾ നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞല്ലോ, അതായത് പ്രൈമേഴ്സിനൊരു ടൈം ലൈൻ ഉണ്ട്. ഏതാണ്ട് ഒരു 21 ഡേയ്സിൻ്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്നായിരിക്കും. അതിൻ്റെ ടൈം ലൈൻ നമുക്ക് കറക്റ്റായിട്ട് ലോഗിൻ ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ കാണിക്കാറുണ്ട്, ഇന്ന ഡേറ്റിൻ്റെ ഉള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യണം എന്ന്. അത് കംപ്ലീറ്റ് 100% ആ ടൈം ലൈൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യുകയും പോരാഞ്ഞ് പ്രൈമേഴ്സ് ടെസ്റ്റ് കഴിയുമ്പോൾ ഏതാണ്ട് 15 മാർക്ക് ഒബ്റ്റെയിൻ ചെയ്യുകയാണെന്ന് വെക്കാം. അങ്ങനെ 15 മാർക്ക് ഒബ്റ്റെയിൻ ചെയ്താൽ നമുക്ക് 10K ബോണസ് ക്രെഡിറ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. 10K ബോണസ് നമ്മൾ 15 മാർക്സ് ഒബ്റ്റെയിൻ ചെയ്യുകയും ഈ പ്രൈമർ മൊഡ്യൂൾസ് കംപ്ലീറ്റ് ആക്കുകയും ചെയ്ത 100% കംപ്ലീറ്റ് ആവുകയും ചെയ്ത ഈ ടൈം ലൈനിൻ്റെ ഉള്ളിൽ നമുക്ക് 10K ബോണസ് ക്രെഡിറ്റ് ആവും. ഇതാണ് വേറൊരു പോയിന്റ് എനിക്ക് ആഡ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇൻ കേസ് നമ്മൾ പ്രൈമറിൽ പാസ്സായില്ല എന്ന് വെക്കുക, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ? ആൻസർ നോ എന്നാണ്. കാരണം നമുക്ക് പ്രൈമേഴ്സ് ഫണ്ടമെന്റൽസ് എല്ലാം പഠിക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇൻ കേസ് നമ്മൾ അതിൽ ഫെയിലായി എന്ന് വെക്കുക, നമുക്ക് സ്ട്രീം ട്രെയിനിങ്സ് നടക്കുമ്പോൾ അതിനുശേഷം സ്ട്രീം അസസ്മെന്റുകൾ 2 എണ്ണവും ഹാൻഡ്സ് ഓണും വൈവയും ഉണ്ട്. ഇതിലെല്ലാത്തിലും നല്ല മാർക്സ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഇതൊരു ഇഷ്യൂ അല്ല. ടോട്ടൽ പെർസെൻറ്റേജ്, അതായത് പ്രൈമേഴ്സ് പ്ലസ് സ്ട്രീംസ്, ഇത് രണ്ടും കൂടി 60%ഓ അതിനോ എബോവ് ആണ് മാർക്ക് എങ്കിൽ ഇതൊരു ഇഷ്യൂ അല്ലാതെ വരും. ഇതേത് പ്രൈമേഴ്സിനും സ്ട്രീംസിനും എല്ലാത്തിനും മാർക്ക് കുറവാണെന്നുവെച്ചെങ്കിൽ നമ്മൾ തന്നെ അവിടുന്ന് എടുത്തു കളയാനുള്ള എല്ലാ അധികാരവും അവർക്കുണ്ട്. അപ്പോൾ ഇത് അടുത്തൊരു പോയിന്റായി ഞാൻ ഒന്നുകൂടെ ആഡ് ചെയ്യാണ്. പ്രൈമേഴ്സിനും സ്ട്രീംസിനും കൂടിയിട്ട് 60%ഓ എബോവ് ആണെന്നുവെച്ചെങ്കിൽ നമുക്കൊരു ഇഷ്യൂ ഇല്ല. ഇൻ കേസ് പ്രൈമേഴ്സിന് മാർക്ക് കുറഞ്ഞാലും നമ്മൾ പേടിക്കേണ്ടതില്ല. അതിപ്പോൾ തിരിച്ചും അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം പ്രൈമേഴ്സിന് നമുക്ക് നല്ല മാർക്ക് ഉണ്ടെന്ന് വെക്കുക. അങ്ങനെയാകുമ്പോൾ സ്ട്രീംസിൽ ചില സമയങ്ങളിൽ കുറച്ചൊന്ന്, അതായത് ഏതെങ്കിലും ഒക്കെ ഒരു ടെസ്റ്റിൽ കുറച്ച് കുറഞ്ഞാലും അതൊരു ഇഷ്യൂ ആയിട്ട് വരില്ല. ഓവറോൾ പെർസെൻറ്റേജ് 60%-ൽ നിൽക്കുകയോ അതിനൊക്കെ മേലെയാണെങ്കിൽ ഒരു ഇഷ്യൂ വരുന്നില്ല. ഇതാണ് എനിക്ക് മെയിനായി പറഞ്ഞ് പോകേണ്ട കാര്യങ്ങൾ.
നന്നായി പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഈ പ്രൈമേഴ്സിന്റെ കേസുകളിൽ നമുക്കിപ്പോൾ ഏതെങ്കിലും സീനിയേഴ്സ് ഒക്കെ ആയിട്ട് കോൺടാക്റ്റുകളും അവരായിട്ട് സംസാരിക്കുകയൊക്കെ ആണെങ്കിൽ കുറേ കാര്യങ്ങൾ അറിയാൻ പറ്റും. എങ്ങനെയാണ് എക്സാമിന്റെ പാറ്റേൺസും കാര്യങ്ങളും, എങ്ങനെയാണ് MCQs ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് അവരോട് കോൺടാക്ട് ചെയ്താൽ മുൻ വർഷങ്ങളിൽ ഇതേ സ്ട്രീമിലൊക്കെ പോയവർക്ക് പല കാര്യങ്ങളെക്കുറിച്ചും കൂടുതൽ അറിവുകൾ ഉണ്ടായിരിക്കും. എൻ്റെ സ്ട്രീമിനെ സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിൽ for sure I can help you with that. ഇതൊക്കെയാണ് പ്രൈമേഴ്സിനെ കുറിച്ച് മെയിനായിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത്. എന്തെങ്കിലും ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും അതും കമന്റ് ബോക്സിൽ ഇടുകയാണെച്ചെങ്കിൽ ഉറപ്പായി ഞാൻ അതിന് എല്ലാത്തിനും റിപ്ലൈ ചെയ്യുന്നതാണ്. ഇൻ കേസ് എനിക്ക് അറിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആരുടെയും ചോദിച്ചിട്ടാണെങ്കിലും അതിന് റിപ്ലൈ തരും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ സ്ട്രീംസ് എക്സാമിനെ കുറിച്ച് കറക്റ്റായി പറയാം. സ്ട്രീംസ് എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്. സ്റ്റിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കൊളീഗ്സും എനിക്കും ഒക്കെ ഉണ്ടായിരുന്ന സ്ട്രീമുകൾ അനുസരിച്ച് എന്തൊക്കെ ഡിവിഷൻസ് ആണ് അതിലുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു, എനിക്ക് 2 അസസ്മെന്റ്സ്, ഒരു ഹാൻഡ്സ് ഓൺ, ഒരു വൈബ. അതുപോലെ തന്നെ വേറൊരു സ്ട്രീമുകാർക്കാണെച്ചെങ്കിൽ ഇതിന് പകരം വേറെ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, അതെനിക്ക് പറഞ്ഞു തരാൻ പറ്റും. സ്ട്രീംസ് ഡിഫറെൻ്റ് ആവുമ്പോൾ ഓരോന്നിനെ കുറിച്ച് ഡീറ്റെയിൽ ചെയ്യാൻ എനിക്ക് പറ്റുന്നുണ്ടാവില്ല. കാരണം കുറെ ഡിവിഷൻസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.